വീടുമേ മുട്ടുകൾ തീർക്കലും കണ്ണുനീർ തുടയ്ക്കും മുട്ടുകൾ തീർക്കലും കണ്ണുനീർ തുടയ്ക്കും ദുഃഖമെല്ലാം തീർക്കിടുമേ കഷ്ടതകൾ തീർക്കുവാൻ സിദ്ധന്മാരെ ചേർക്കുവാൻ പെട്ടെന്ന് ശുഭം നീടുമേ ആവശ്യം വളരെ തന്വാദത്തം ഉണ്ടല്ലോ ആവശ്യം വളരെ തന്വാദത്തം ഉണ്ടല്ലോ ആയതെല്ലാം സാധ്യമല്ലോ കഷ്ടതകൾ തീർക്കുവാൻ സിദ്ധന്മാരെ ചേർക്കുവാൻ പെട്ടെന്ന് ശുഭം നീടുമേ കഷ്ടതകൾ തീർക്കുവാൻ സിദ്ധന്മാരെ ചേർക്കുവാൻ പെട്ടെന്ന് ശുഭം നീടുമേ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ചുറ്റുമായിരിക്കുന്ന എല്ലാ മാന്യ സഹോദരങ്ങൾക്കും ക്രിസ്തുയേശുവിൻ്റെ സമാധാന സന്ദേശത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അല്പസമയം നമുക്ക് ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മുടെ സമൂഹത്തെ ഗ്രഹിക്കുവാനായിട്ട് ദൈവത്തോട് അപേക്ഷിക്കുകയൊക്കെ ചെയ്യാം. മാനവരാശിയുടെ സമാധാനത്തിനും വിടുതലിനുമായി പിതാവായ ദൈവം ഈ ലോകത്തിലേക്ക് അയച്ച കർത്താവായ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചാണ് സുവിശേഷം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. സകല മനുഷ്യർക്കും സമാധാനം, സന്തോഷം നൽകുന്ന വാർത്തയാണ് സുവിശേഷം. ഇടയനോട് ദൂതൻ ഇങ്ങനെ പറഞ്ഞു, സകല ജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷത്തെ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആ ദൂതൻ പറയുന്ന വാക്കുകളിൽ തന്നെയുണ്ട് സകല ജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമാണ് ക്രിസ്തുവിന്റെ ജനനം. ക്രിസ്തുവിന്റെ ജനനം വളരെ കഷ്ടത നിറഞ്ഞതായിരുന്നു. തനിക്ക് ജന്മമെടുക്കുവാൻ ശരിയായൊരിടവും കണ്ടെത്തിയില്ല. എന്നാൽ പശുത്തൊഴുത്തിലാണ് തന്റെ ജന്മം ആയിരുന്നത്. ഏറ്റവും ദരിദ്രമായ ഒരു കുടുംബത്തിൽ തന്നെയാണ് താൻ ജനിച്ചത്. തന്റെ സുഹൃത്തുക്കൾ എല്ലാവരും ദരിദ്രന്മാരായിരുന്നു, സാധാരണക്കാരായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇസ്രയേലിൽ താൻ ജന്മമെടുത്തതിന്റെ പ്രധാന കാര്യം അത് ഈ ഇസ്രയേൽ രാജ്യം സെൻട്രൽ പോയിന്റാണ്. മറ്റ് രാജ്യങ്ങൾക്ക് മധ്യേയുള്ള രാജ്യമാണ്. മറ്റ് രാജ്യങ്ങളിലേക്കും ഈ സുവിശേഷം പരക്കണം എന്നുള്ളത് കൊണ്ടാണ് മധ്യസ്ഥാനം തന്നെ തിരഞ്ഞെടുക്കുവാനിടയായി തീർന്നത്. ഇന്ന് പകൽ പ്രിയമുള്ളവരെ, 194 രാജ്യങ്ങളിലും ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരുണ്ട്. നമുക്കറിയാം, ഇസ്രയേലിലേക്ക് കർത്താവ് വന്നു, തന്റെ പ്രവർത്തനം അവിടെ ചെയ്തു. കർത്താവ് യേശു ക്രിസ്തു ദൈവത്തിൽ തെളിയിക്കുന്ന അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തിട്ടും ഇസ്രായേൽ ജനം വിശ്വസിക്കാതെ പോയി. പ്രൈസ് ദി ലോർഡ്. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് നീതിമാനും സത്യസന്ധനും വിശുദ്ധനുമായ യേശുവിനെ വേണ്ട, എന്നാൽ കള്ളനും ചതിയനും വഞ്ചകനുമായ ബറാബാസിനെ ഞങ്ങൾക്ക് വിട്ടുതരിക. ബറാബാസിനെ അവർ സ്വീകരിക്കുകയും ദൈവപുത്രനായ ക്രിസ്തുവിനെ ക്രൂശിക്കാൻ ഏൽപ്പിക്കുകയും ചെയ്തു. എന്നാൽ 3.5 വർഷക്കാലം തന്നെ സ്നേഹിച്ച് ചുറ്റിപ്പറ്റി നിന്ന 12 ശിഷ്യന്മാർ, മറ്റനേക ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. അവർ പോലും ആ ക്രൂശീകരണ സമയത്ത് തന്നോടൊപ്പം ഇല്ലായിരുന്നു. എല്ലാവരും കൈവിട്ടു, എല്ലാവരും തഴയപ്പെട്ട് ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു. ദൈവിക പ്രവചനം നിവൃത്തിയാകണം എന്നതുപോലെ അത് സംഭവിച്ചു. നമുക്കറിയാം, തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീരുമെന്ന പ്രവചനം യാഥാർത്ഥ്യമായി തീരുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്ന പോലെ ഇസ്രയേൽ തള്ളിക്കളഞ്ഞ കല്ല് ഇന്ന് ലോകരാഷ്ട്രങ്ങളെല്ലാം സ്നേഹിക്കുന്ന ആരാധകരുള്ള ക്രിസ്തുവാണ് ലോകത്ത് നാം കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ കർത്താവ് യേശു ക്രിസ്തു സകലരെയും സ്നേഹിക്കുകയല്ലാതെ ഒരു ദോഷവും ചെയ്തില്ലെന്ന് തന്റെ ശുശ്രൂഷ കാലത്തുള്ള സമയങ്ങളെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കും. പ്രൈസ് ദി ലോർഡ്. തന്നെ അടുത്ത് വന്ന എല്ലാ രോഗികളെയും താൻ സൗഖ്യമാക്കി, എല്ലാ ക്ഷീണിതരെയും താൻ ശക്തീകരിച്ചു. ബലമില്ലാത്തവന് ബലം കൊടുത്തു, സൗഖ്യമില്ലാത്തവന് സൗഖ്യം കൊടുത്തു. എല്ലാ നിലയിലും കർത്താവായ യേശു ക്രിസ്തു എല്ലാവർക്കും ഒരു അനുഗ്രഹമായിരുന്നു, സഹായകമായിരുന്നു. എന്നാൽ ഈ കർത്താവിനെ അവർ തള്ളിക്കളയുകയും
ക്രൂശിക്കപ്പെടുകയും ചെയ്യുവാനിടയായി തീർന്നു. തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുകയാണ് ഇന്ന് ലോകത്ത്. എല്ലാ ലോകത്തും ക്രിസ്തുവിന് ആരാധകരുണ്ട്, സ്നേഹിതരുണ്ട്, എല്ലാവരും തന്നെ ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു. എന്നാൽ ഇസ്രായേൽ മാത്രം തള്ളിക്കളഞ്ഞ നിലയിൽ ഇന്നും തുടരുകയാണ്. നമുക്കറിയാം, ഇത് ഒരു പ്രവചനം നിവൃത്തിയാകേണ്ടതിനു വേണ്ടിയാണ് സംഭവിച്ചിരിക്കുന്നത്. അതായത് ആ ജനതകളുടെ പൂർണ്ണ സംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം സംഭവിച്ചിരിക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ സുവിശേഷത്തിന്റെ വ്യക്താക്കളായി അനേകരും സ്വർഗരാജ്യത്തിലേക്ക് പോകുവാനായിട്ട് പേരെഴുതപ്പെടുവാൻ ഇനി അവശേഷിക്കുന്നതുകൊണ്ടാണ് ലോകത്ത് ഇങ്ങനെയൊരു കാഠിന്യം അവസ്ഥ അവർക്കുണ്ടായിരിക്കുന്നത്. എന്നാൽ കർത്താവിന്റെ തിരുവെടുത്ത് പറയുന്നത് പോലെ എല്ലാം സംഭവിക്കുമെന്ന് തിരുവെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ ഇടയായിത്തീരും. യേശു ക്രിസ്തുവിനെ കുറിച്ച് അന്നും ഇന്നും വളരെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണുള്ളത്. യേശു ഫിലിപ്പിന്റെ കൈസരിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്തുകൂടി കടന്നു പോകുമ്പോൾ യേശു ഒരു ചോദ്യം ചോദിച്ചു. ജനങ്ങൾ മനുഷ്യപുത്രനെ കുറിച്ച് ആരെന്ന് പറയുന്നു എന്നുള്ളതായിരുന്നു ആ ചോദ്യം. അതിന് പത്രോസ് മറുപടി പറഞ്ഞു, ചിലർ യോഹന്നാൻ സ്നാപകനെന്നും, വേറെ ചിലർ ഏലിയാബെന്നും, വേറെ ചിലർ യിരെമ്യാ പ്രവാചകന്മാരെന്നും പറയുന്നു എന്നതായിരുന്നു ആ ഉത്തരം. നമുക്കറിയാം, ഈ യോഹന്നാൻ സ്നാപകൻ വളരെ കർക്കശമായ നിലപാടുകളുള്ള ഒരു മനുഷ്യനാണ്. പ്രൈസ് ദി ലോർഡ്. അനീതിക്ക് നേരെ, അധർമ്മത്തിന് നേരെ, അസത്യത്തിന് നേരെ പടവാളെടുക്കുന്ന ഒരു ധീരനായ മനുഷ്യനാണ് യോഹന്നാൻ സ്നാപകൻ. അതേ വരുവാനുള്ള കോപത്തിൽ നിന്നും തെറ്റിയൊഴിയുവാൻ നിങ്ങളെ ബുദ്ധി ഉപദേശിച്ചത് ആരാണ്, സർപ്പസന്തതികളെ എന്ന് പോലും യോഹന്നാൻ സ്നാപകൻ ജനത്തെ വിളിക്കുകയുണ്ടായി. ഇതുപോലെ യേശുവും കർക്കശമായ ധാർമ്മിക രോഷം കാണിച്ച ചില സന്ദർഭങ്ങളുണ്ട്. താൻ ദൈവത്തിന്റെ ആലയത്തിലേക്ക് കടന്നു ചെന്നിട്ട് അവിടെ ആൾക്കാരെ വീക്ഷിച്ചു. അവിടെ പലരും കച്ചവടം അത് ഏർപ്പാടിൽ ആയിരുന്നു. അത് പലവിധമായ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരെ കണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞു, എന്റെ ആലയം ദൈവത്തിന്റെ പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു. അങ്ങനെ പറഞ്ഞിട്ട് ചാട്ടവാറെടുത്ത് ആലയത്തിൽ നിന്നും അവരെ അടിച്ചു പുറത്താക്കി. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഈ ധാർമ്മിക രോഷം കണ്ട ജനം പറയുകയാണ്, ഇവൻ അത് യോഹന്നാൻ സ്നാപകനെ പോലെ പ്രവർത്തിക്കുന്നു എന്ന്. അങ്ങനെ ഒരു അഭിപ്രായം ജനത്തിനിടയിൽ ഉണ്ടായിരുന്നു. ഇനി മറ്റു ചിലർ പറഞ്ഞത് യിരെമ്യാ പ്രവാചകനെ പോലെ ഇവൻ പ്രവർത്തിക്കുന്നു എന്നാണ്. നമുക്കറിയാം, യിരെമ്യാവിന്റെ പുസ്തകം നാം വായിച്ചാൽ വിലാപങ്ങളുടെ പ്രവാചകൻ എന്നാണ് തന്നെ അറിയപ്പെടുന്നത്. ഒരു ദേശത്ത് കഷ്ടനഷ്ടങ്ങളോ ശോധനകളോ അനർത്ഥങ്ങളോ വരുമ്പോൾ കണ്ണുനീരോടെ ഇരുന്ന് കരയും. എന്റെ ദൈവമേ, എന്റെ ജനത്തെ അനുഗ്രഹിക്കണമേ, അവരെ വിടുവിക്കണമേ, അവരുടെ പാപങ്ങൾ ക്ഷമിക്കണമേ എന്നൊക്കെ പറഞ്ഞ് ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു യിരെമ്യാവിനെ നമുക്ക് കാണാൻ കഴിയും. ഈ യിരെമ്യാ പ്രവാചകനെ പോലെ കർത്താവ് ഒരിക്കൽ ഇങ്ങനെ ചെയ്തു. യെരുശലേമിന്റെ പതനത്തെ നോക്കിയിട്ട് കർത്താവ് ഇങ്ങനെ പറഞ്ഞു, യെരുശലേമേ, യെരുശലേമേ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കുന്നത് പോലെ നിങ്ങളെയും ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്രയോ വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ അതിന് മനസ്സായില്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഈ കരഞ്ഞ് വിലപിക്കുന്ന ക്രിസ്തുവിനെ കണ്ട ജനം പറയുകയാണ്, ഇവൻ യിരെമ്യാ പ്രവാചകനെ പോലെ സംസാരിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു അഭിപ്രായം ജനത്തിന്റെ ഇടയിലുണ്ടായി. ഇനി മറ്റു ചിലർ പറഞ്ഞത് ഏലിയാവാണെന്നാണ് പറഞ്ഞത്. നമുക്കറിയാം, ഏലിയാ പ്രവാചകൻ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്ന ഒരു പ്രവാചകനാണ്. താൻ മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട്, ആകാശത്തിൽ നിന്ന് അഗ്നി ഇറക്കി യാഗവസ്തുവിനെ ദഹിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പലവിധത്തിലുള്ള അത്ഭുതങ്ങൾ പ്രവർത്തിച്ച ആണ് ഏലിയാവ്. ആ ഏലിയാവിന്റെ സ്വഭാവം ക്രിസ്തുവിൽ ജനം കാണുകയാണ്. നമുക്കറിയാം, യേശു ഈ ലോകത്തായിരുന്നപ്പോൾ അനേക രോഗികൾക്ക് സൗഖ്യം കൊടുത്തു, പാപികൾക്ക് പാപമോചനം കൊടുത്തു, അനേക ശാപഗ്രസ്തരെ പിടിപ്പിക്കുവാനിടയായി തീർന്നു. യേശു 38 വർഷക്കാലം കുളക്കരയിൽ ഒരു തളർവാദ രോഗിയായി കിടക്കുന്ന മനുഷ്യനുണ്ടായിരുന്നു. ആരും തന്നെ ആ കുളത്തിലേക്ക് പിടിച്ചിറക്കി സൗഖ്യം വരുത്തുവാൻ സഹായിക്കുവാൻ ആരുമില്ലായിരുന്നു. അവിടെ ഒരു കുളമുണ്ട്. ആ കുളത്തിന്റെ പ്രത്യേകത, ദിവസത്തിൽ ഒരിക്കൽ ദൂതൻ വന്ന കുളം കലക്കും. ആ കുളം കലക്കുന്ന സന്ദർഭത്തിൽ ഏത് മാരക രോഗിയായിരുന്നാലും അവിടെ ഇറങ്ങി കുളിക്കുകയാണെങ്കിൽ, അത് സ്നാനം ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിക്ക് സൗഖ്യമുണ്ടാവും. എന്നാൽ ഇദ്ദേഹം ഒരു തളർവാദ രോഗിയായിരുന്ന താന് മുന്നോട്ട് ഇങ്ങനെ ഇഴഞ്ഞ് വന്ന് ചാടാനായിട്ട് ശ്രമിക്കുമ്പോൾ അത് മറ്റുള്ളവർ തനിക്ക് മുൻപായി പോകുമായിരുന്നു. അങ്ങനെ തള്ളപ്പെട്ട താൻ 38 വർഷക്കാലമാണ് താൻ പ്രതീക്ഷയോടെ അത് കാത്തിരുന്നത്. നമുക്കറിയാം, ഈ 38 വർഷക്കാലം വളരെ സഹിഷ്ണുതയോടെ ആ മനുഷ്യൻ അവിടെ ആയിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, യേശു തന്നെ സന്ദർശിക്കുകയാണ്. ഒരു ദിവസം യേശു തന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, നിനക്ക് അത് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് പറഞ്ഞിട്ട് താൻ പറയുകയാണ്,
എനിക്ക് മനസ്സുണ്ട്, പക്ഷേ എനിക്ക് അവിടെ ഇറങ്ങാൻ കഴിയുന്നില്ല. എല്ലാവരും എനിക്ക് മുൻപായി പുറപ്പെടുന്നു, എന്നെ സഹായിപ്പാൻ ആരുമില്ല. എന്നാൽ യേശു പറയുന്നു, നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു, നീ നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞിട്ട് തന്നെ നടത്തുകയാണ്. നിര്യാണികൾ ഉറച്ചു, തന്റെ ശരീരം ബലപ്പെട്ടു, പൂർണ്ണ ആരോഗ്യവും സൗഖ്യമുള്ളവനായി ആ മനുഷ്യൻ അവിടെ നിന്ന് പോവുകയാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ നിരവധി അത്ഭുതങ്ങൾ യേശു ചെയ്തു. അതേ, ഒരു കൂനിയായ സ്ത്രീ 18 സംവത്സരമായി കൂനിയായിരുന്നു. താൻ എന്നും ആലയത്തിൽ വരും, പ്രാർത്ഥന കഴിക്കും, പോകും. അങ്ങനെയായിരുന്ന ആ സ്ത്രീയുടെ അടുത്തേക്ക് കർത്താവ് വന്നിട്ട് പറഞ്ഞു, മകളെ, നിന്റെ രോഗബന്ധനങ്ങൾ അഴിഞ്ഞിരിക്കുന്നു. ആ സമയം തന്നെ തന്റെ കൂന് നിവർന്ന് താൻ സ്വസ്ഥയായി തീർന്നു, സൗഖ്യമുള്ളവളായി തീർന്നു. നമുക്കറിയാം, അതുപോലെ ലാസറിന്റെ ഭവനത്തിൽ വന്ന് അത് 3 ദിവസം മരിച്ച് നാറ്റം വെച്ച ശവശരീരത്തെ ജീവിപ്പിച്ചുകൊണ്ട് കർത്താവ് അത്ഭുതം ചെയ്തു. ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ മരിച്ചവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. പ്രൈസ് ലോർഡ്. ഇങ്ങനെ നിരവധി അത്ഭുതങ്ങൾ ചെയ്യുന്നത് ആ ദേശത്തെ ജനം കണ്ടു. അപ്പോൾ ജനം പറയുകയാണ്, ഇവൻ അത് ഏലിയാവിനെ പോലെ പ്രവർത്തിക്കുന്നു എന്ന്. ഏലിയാ പ്രവാചകനെ തുലനം ചെയ്ത് അനേകാർ സംസാരിക്കുമായിരുന്നു. ഈ യേശുവിനെ കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ അന്നും ഇന്നും നിലവിലുണ്ട്. എന്നാൽ യേശു തിരിഞ്ഞിട്ട് തന്റെ 12 ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, ലോകം എന്തും പറഞ്ഞുകൊള്ളട്ടെ, എന്നാൽ നിങ്ങൾ എന്നെക്കുറിച്ച് എന്തു പറയുന്നു? അതിനെ പത്രോസ് മറുപടി പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യേശു പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തി തന്നത്, ഇത് സ്വർഗസ്ഥനായ പിതാവാണ് നിനക്ക് ഈ സത്യം വെളിപ്പെടുത്തി തന്നത് എന്ന് പറയുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. നിന്റെ കർത്താവ് പറയുകയാണ്, പ്രൈസ് ദി ലോർഡ്, പത്രോസ്, നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. അതെ, സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, ഭൂമിയിൽ അഴിക്കുന്നൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. അങ്ങനെ ഒരു അധികാരത്തിന്റെ ശുശ്രൂഷ പത്രോസിനെ കൈമാറുകയാണ്. പ്രിയമുള്ളവരെ, ഈ പത്രോസ് തക്കയുക്തമായി ശരിയായ മറുപടി കൊടുത്തു എന്ന് കണ്ടപ്പോൾ യേശു തനിക്ക് ഒരു അധികാരത്തിന്റെ ഒരു പത്രം കൊടുക്കുകയാണ്. നീ അത് പത്രോസാകുന്നു, ഈ പാറമേൽ എന്റെ സഭയെ പണിയും. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം ഈ പത്രോസ്, എന്നാൽ ഉടനെയൊന്നും ഈ അധികാരത്തെ ഉപയോഗിക്കാൻ തനിക്ക് കഴിഞ്ഞില്ല. മാത്രമല്ല, യേശു ക്രിസ്തുവിനെ 3 തവണ തള്ളിപ്പറയുകയും ചെയ്തു. പലയിടങ്ങളിലും വെച്ച് താൻ ബലഹീനനായി തീർന്നു. താൻ അകലം വെച്ച് കർത്താവിനെ പിൻപറ്റിക്കൊണ്ടിരുന്നു, കർത്താവിന് എന്ത് സംഭവിക്കുന്നു എന്നറിയുവാൻ വേണ്ടി. എന്നാൽ യേശുവിനെ ക്രൂശിക്കുന്ന സമയത്ത് ശിഷ്യന്മാരെല്ലാവരും വിട്ട് ഓടിപ്പോവുകയാണ്. ആരും തന്നെ സഹായിപ്പാനില്ലാതെ എല്ലാവരാലും തഴയപ്പെട്ട ഈ ക്രിസ്തു ഇന്ന് പകൽക്കാലം നമ്മോടും പറയുന്നത്, നിങ്ങൾ തള്ളിക്കളയപ്പെട്ട ഒരുവനാണെങ്കിൽ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ഞാനും ഒരു സമയത്ത് തള്ളിക്കളയപ്പെട്ടവനായിരുന്നു, തഴയപ്പെട്ടവനായിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റ് ഇതാ ഞാൻ സ്വർഗത്തിൽ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ അണച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമകനാകുവാൻ, ദൈവമകളാകുവാൻ അവൻ അവകാശവും അധികാരവും തന്നിരിക്കുന്നെന്ന് തിരുവചനം പറയുന്നു. അവനൊരു നാൾ നമ്മെ തള്ളിക്കളയില്ല, ഉപേക്ഷിക്കുകയില്ലെന്ന് തിരുവചനം നമുക്ക് ഉറപ്പു തരുമ്പോൾ അശരണരെയും പാപിയെയും ബലഹീനരെയും രോഗികളെയും സൗഖ്യമാക്കുവാനും വിടുവിക്കുവാനും കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നു. കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക്, സ്ഥാനപതികൾക്ക് അധികാരം കൊടുത്തിട്ട് ലോകത്തിലേക്ക് അയച്ചു. നിങ്ങൾ പോയി രോഗികളെ സൗഖ്യമാക്കുവീൻ, മരിച്ചവരെ ഉയർപ്പിക്കുവീൻ, നിങ്ങൾ ബലഹീനരെ ശക്തിപ്പെടുത്തുവീൻ എന്ന് പറഞ്ഞിട്ട് ലോകത്തിലേക്ക് തന്റെ ശിഷ്യന്മാരെ അയക്കുകയാണ്. ആ ശുശ്രൂഷയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, നാം ആരും മദ്യത്തിനും മറ്റ് മയക്കുമരുന്നുകൾക്കും അടിമകളായി തീരുവാൻ വിളിക്കപ്പെട്ടവരില്ല. ദൈവത്തിന്റെ ശക്തിയാൽ ബലപ്പെടണം. ദൈവത്തിൽ ആശ്രയിച്ച് വിശുദ്ധ ജീവിതം നയിപ്പാൻ നാം നമ്മെ തന്നെ സമർപ്പിക്കണം. ഈ ലോകം നമുക്ക് ശാശ്വതമല്ലെന്ന് അറിയുന്നു. കുറെ നാളുകൾ കഴിയുമ്പോൾ ഈ ലോകത്തിൽ നിന്ന് നാം മറഞ്ഞു പോകും. എന്നാൽ ജീവിക്കുന്ന കാലം അത്രയും നല്ലവരായി ജീവിക്കുവാൻ ദൈവം നമ്മെ വിളിക്കുകയാണ്. നിങ്ങളുടെ പാപ സ്വഭാവങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് എല്ലാവരും നല്ലവരും കൊള്ളാവുന്നവരും ലോകത്തിനും രാജ്യത്തിനും എല്ലാം സമാധാനപ്രിയരായി തീരണമെന്ന് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് യേശു നമ്മോട് പറയുന്നത്, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അത് ലോകം തരുന്ന പോലെയുള്ള സമാധാനമല്ല, നിങ്ങളെ ശക്തിപ്പെടുത്തുന്ന നിത്യമായ സമാധാനമാണ്
എന്റെ രക്തത്തിൽ എഴുതപ്പെട്ട സമാധാനം, എന്റെ ജീവനിൽ എഴുതപ്പെട്ട സമാധാനം. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, നിത്യമായി സ്നേഹിക്കുന്നു. നിങ്ങൾ ഭൂമിയിൽ തമ്മിൽ ഐക്യവും സ്നേഹവും സമാധാനമുള്ളവരായി ജീവിക്കണമെന്ന ഒരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന കാര്യം പറഞ്ഞിട്ടാണ് ലോകത്തെ നിന്ന് കർത്താവ് പോയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ആ സമാധാന പ്രിയരായി, ആ സമാധാനത്തെ കാത്തുപാലിക്കുന്നവരായി, സ്നേഹമുള്ളവരായി തമ്മിൽ അന്യോന്യം ജീവിക്കുക എന്ന ഉത്തരവാദിത്വം നമുക്ക് ഏറ്റെടുക്കുകയും നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നമ്മെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി, നമ്മുടെ ശത്രുക്കൾക്ക് വേണ്ടിയും എല്ലാം പ്രാർത്ഥിക്കുവാൻ കർത്താവ് നമ്മെ പഠിപ്പിച്ചല്ലോ. ഇന്ന് പ്രവചനം പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ വെള്ളത്തിൽ കൂടെ നടന്നാൽ വെള്ളം നിന്നെ മുക്കിക്കളയില്ല, അതേ തീയിൽ കൂടെ നടന്നാൽ അഗ്നി നിന്നെ ദഹിപ്പിക്കുകയില്ല. വിളിപ്പാനും രക്ഷിപ്പാനും ഞാൻ നിങ്ങളോട് കൂടെയുള്ളത് കൊണ്ട് നിങ്ങൾ നിരാശപ്പെട്ടു പോകണ്ട. ഞാൻ നിങ്ങളെ വഴി നടത്തും. ലോകാവസാന നാളോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഇന്ന് പ്രിയമുള്ളവരെ, അരുമ സ്നേഹിതനായ ക്രിസ്തു നമ്മെ എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നു, ഒരുപോലെ സ്നേഹിക്കുന്നു. മാനവരാശിയുടെ സമൂലമായ സമഗ്രമായ വിടുതലിന് വേണ്ടിയിട്ടാണ് താൻ രക്തം ചൊരിഞ്ഞത്, തന്റെ ജീവനെ സമർപ്പിച്ചത്. പ്രിയമുള്ളവരെ, അവസാനം താൻ ഉറക്കം നിലവിളിച്ച് പ്രാണനെ വിടുകയാണ്. തനിക്ക് വേണമെങ്കിൽ ഒരു വലിയ ദൂതസംഘത്തെ ഇറക്കി തന്റെ ശത്രുക്കളെ കൊല്ലാമായിരുന്നു. എന്നാൽ അങ്ങനെ ചെയ്യാതെ പോയത് തന്റെ മരണം വഴി നമ്മുടെ വീണ്ടെടുപ്പും നമ്മുടെ വിമോചനവും നമ്മുടെ വിടുതലും മുന്നിൽ കണ്ടുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. നാം മരിക്കേണ്ട സ്ഥാനത്ത് താൻ മരിച്ചു, നാം ശിക്ഷാവിധി ഏറ്റെടുക്കേണ്ട സ്ഥാനത്ത് താൻ ഏറ്റെടുത്തു. ഇന്ന് പകൽക്കാലം നമുക്ക് പകരക്കാരനായി യേശു തീർന്നത് കൊണ്ട് പ്രിയമുള്ളവരെ, ആ സ്നേഹിതനെ നമ്മുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനം കൊടുക്കുവാൻ അവൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവനെ കൈക്കൊണ്ട് നാം ദൈവമക്കളായി തീരണമെന്നും നാം പുതുമയുള്ളവരായി തീരണമെന്നും പുതിയ സൃഷ്ടിയായി തീരണമെന്നും നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന സന്ദേശമാണ് വിളിച്ചു പറയുന്നത്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി എന്ന് തിരുവചനം പറയുന്നു. ക്രിസ്തുവിലാകുക എന്നാൽ ആ ക്രിസ്തുവിനെ റോൾ മോഡലായി എടുക്കുക, യേശുവിനെ ഒരു മാതൃകയായി എടുക്കുക. തന്റെ ജീവിതം നാം പരിശോധിച്ചാൽ എന്തുകൊണ്ടും യോഗ്യനും അത് സ്വീകരിപ്പാൻ നല്ലവനുമായ ഒരു സുഹൃത്ത് തന്നെയാണ് യേശുവിൻ നമുക്ക് മനസ്സിലാക്കുവാൻ ഇടയായിത്തീരും. അവസാന തുള്ളി രക്തത്തോളം സഹിഷ്ണുതയോടെ സ്നേഹത്തോടെ അതേ താൻ സഹിച്ചു നിന്ന ആ പീഡനങ്ങളൊക്കെയും നമുക്ക് വേണ്ടിയിട്ടായിരുന്നു. താൻ നമ്മെ നിത്യമായി സ്നേഹിക്കുകയും നമുക്ക് വേണ്ടി കരുതുകയും ചെയ്യുന്ന ആ നല്ല സ്നേഹിതനെ കുറിച്ച് സംസാരിക്കുന്നിടത്തൊക്കെയും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമുണ്ട്. ആ പരിശുദ്ധാത്മ സാന്നിധ്യം നമ്മുടെ രോഗങ്ങളിൽ നിന്നും ശാപങ്ങളിൽ നിന്നും എല്ലാം പിടിപ്പിച്ച് നമ്മെ സമാധാനത്തിന്റെ മാർഗത്തിൽ നടത്തുവാൻ ആഗ്രഹിക്കുന്നു. അവൻ നമ്മെ വിളിക്കുകയാണ്, മകനെ, മകളെ, നിന്റെ ഹൃദയം എനിക്ക് തരിക. നിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് വന്ന് ഞാൻ വസിക്കുകയും ആത്മീയമായി നിന്നെ മാറ്റം ഉൾക്കൊള്ളുവാൻ സഹായിക്കുകയും ചെയ്യുന്ന ഒരു നല്ല ഗുരുവാകുന്നു. ആ കർത്താവായ യേശു ക്രിസ്തു മാനവരാശിക്ക് വേണ്ടി ജീവനെ വെടിഞ്ഞെങ്കിൽ പ്രിയമുള്ളവർ, ഇന്ന് പകൽക്കാലം നാം തമ്മിൽ സ്നേഹിക്കണമെന്ന ഒരു കൽപ്പന നമുക്കതിന്റെ പിന്നിൽ തന്നേച്ചാണ് പോയിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം തമ്മിൽ ക്ഷമിക്കുകയും പൊറുക്കുകയും കാരുണ്യം കാണിക്കുവാനുള്ള ഒരു വലിയ മനസ്സ് നമുക്കുണ്ടായിരിക്കട്ടെ. നമ്മുടെ രാജ്യത്ത് നിന്ന് രക്തച്ചൊരിച്ചിലും പീഡനങ്ങളും എല്ലാവിധമായ കൊലപാതകങ്ങളും ആ ആത്മഹത്യകളും അത് തീരെ ഇല്ലാതെയായി പോകാനായി നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനമുള്ള രാജ്യത്തിന് വേണ്ടി, അതേ നന്മയുള്ള നല്ല സഹോദരന്മാർക്ക് വേണ്ടി, മനുഷ്യ പരിവർത്തനത്തിന് വേണ്ടി നാം പ്രാർത്ഥിച്ചാൽ സർവകൃപാലുമായ ദൈവത്തിന് അവിടെ ഹൃദയങ്ങളിൽ പ്രവർത്തിക്കാൻ കഴിയും. ഇന്ന് പകൽക്കാലം ആ കർത്താവ് നമുക്ക് വേണ്ടി ജീവനെ അർപ്പിച്ചു, തന്റെ ജീവൻ നമുക്ക് വേണ്ടി വെച്ചിട്ട് പോയി. അതെ, ഞാൻ പോയതുപോലെ വരും എന്നുള്ള വാഗ്ദത്വം അവൻ നൽകിയിട്ടുണ്ട്. അവൻ ഇതാ മെഹാരുടനായി വരുന്നു, വേഗം രാജാവായി ഈ ഭൂമിയെ ഭരിക്കുവാനും ഭൂമിയെ അതേ തന്റെ ജനത്തെ ചേർത്ത് കൊണ്ടുപോകുവാനുമായിട്ട് വരുന്നു എന്നുള്ള സന്ദേശമാണ് ഇപ്പോൾ വിളിച്ചറിയിക്കുന്നത്. ലോകത്തിൽ നമുക്കറിയാം 666 എന്ന് പറയുന്നൊരു സംഖ്യ അതേ കമ്പ്യൂട്ടർ മേഖലയിൽ അതേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു കാലയളവിലായിരിക്കും ക്രിസ്തുവിന്റെ വരവെന്ന് വചനം പറയുന്നുണ്ട്. അതുപോലെ ഈ സുവിശേഷം ലോകത്തെല്ലാവരും പ്രസംഗിക്കപ്പെട്ടത് കഴിയുമ്പോൾ ക്രിസ്തുവിന്റെ വരവാകുമെന്ന് പറയുന്നു. അപ്പൊ യേശുവിനെ കുറിച്ച് തനാരാണെന്നും എന്താണെന്നും തന്റെ ദൗത്യം എന്താണെന്നും എല്ലാവരും മനസ്സിലാക്കി കഴിയുമ്പോൾ യേശു വരുമെന്നാണ് പറയുന്നത്. ഈ സുവിശേഷ പ്രസംഗങ്ങളൊന്നും മതത്തിൽ ചേർക്കുവാനല്ല, എന്നാൽ യേശുവിനെ കുറിച്ചുള്ള ഒരു അറിവ് നിങ്ങൾക്കുണ്ടാകണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ലോകത്തെല്ലാവരും ഇത് പ്രസിദ്ധം ചെയ്യുന്നത്. ആർക്കെങ്കിലും അതിലൂടെ ഒരു വിടുതലോ ഒരു സൗഖ്യമോ നന്മയോ ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടാകുകയും ചെയ്യണം. അതും അതിന്റെ പിന്നിലുള്ള ഒരാഗ്രഹമാണ്. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, നാം തമ്മിൽ പഴിക്കുന്നതിനും ദുഷിക്കുന്നതിനും പകരം ആ രാജ്യത്തെ ഭരണാധികാരികൾക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. ഇന്ന് നമ്മുടെ തലമുറകൾ
അതേ ആ ലഹരി പദാർത്ഥങ്ങൾക്കും മറ്റുള്ള കാര്യങ്ങൾ അടിമപ്പെട്ടുകൊണ്ട് വളരെ വഷളായി തീരുന്ന ഒരു തലമുറയെ നമുക്ക് ഇവിടെയും കാണാൻ കഴിയും. എന്നാൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന അനേക മാതാപിതാക്കളുണ്ട്. അവരുടെ പ്രാർത്ഥന കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാറ്റം വരുവാനിടയായി തീരും. അവർ അബദ്ധ സഞ്ചാരം ചെയ്തുകൊണ്ടിരിക്കുന്നു. കൊലപാതകങ്ങളും ആത്മഹത്യകളും നരഹത്യകളും ഒക്കെ ഭൂമിയിൽ നടക്കുന്നത് ഈ സ്നേഹമില്ലായ്മയാണ്, ഈ സത്യമില്ലായ്മയാണ്. സത്യസന്ധതയിലും അത് നീതിനിഷ്ഠയിലും ധർമ്മബോധത്തിലുമുള്ള നല്ല ഭരണാധികാരികൾ നമുക്കുണ്ടാകണം. നല്ല മനുഷ്യർ നമ്മുടെ ദേശത്തുണ്ടാകണം. അതിനുവേണ്ടി നാം കണ്ണുനീരോടൊപ്പം കരയണം. രാവിലെ എഴുന്നേറ്റ് പ്രിയമുള്ളവരെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവമേ, അവരെ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമയായി തീരല്ലേ. ദൈവഭയമുള്ളവരും ദൈവ സ്നേഹമുള്ളവരുമായി മനുഷ്യ സ്നേഹികളായി അവരെ രൂപാന്തരപ്പെടുത്തണമേ. ഞങ്ങളുടെ രാജ്യത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഭരണാധികാരികളെ അനുഗ്രഹിക്കണമേ. അവർക്ക് നല്ല ഭരണം ചെയ്യുവാൻ ബുദ്ധിയും ജ്ഞാനവും കൃപയും കൊടുക്കണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുവാൻ ഒരു 5 മിനിറ്റ് സമയം ഇന്ത്യയിലെ എല്ലാ ജനവും ഒരുപോലെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമെങ്കിൽ വലിയ മാറ്റങ്ങൾ നമ്മുടെ ദേശത്ത് വരുത്തുവാൻ കഴിയും. പ്രിയമുള്ളവരെ, നമുക്ക് അസാധ്യമായ ദൈവത്തിന് സാധ്യമാകുന്നു. പ്രാർത്ഥനയാൽ ദൈവത്തെ സമീപിക്കുക. വചനം പറയുന്നു, ദേശത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ ഞാൻ പുരുഷന്മാരെ അന്വേഷിക്കുന്നു, പ്രാർത്ഥനക്കാരെ അന്വേഷിക്കുന്നു. ഇന്നു മുതൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവമുള്ളവരായി തീരുക. പ്രാർത്ഥനയ്ക്ക് പല ഭാഷകളൊന്നും വേണമെന്നില്ല. സ്വന്തം ഭാഷയിൽ സ്വന്തം നെടുവീർപ്പുകൾ പോലും അത് പ്രാർത്ഥനയായി ദൈവം കരുതുന്നവരാണ്. ഇന്ന് പകൽക്കാലം ആത്മഭാരത്തോടെ നമ്മുടെ ദേശത്തിലെ ദേശസ്നേഹികളായി രാജ്യസ്നേഹികളായി ഒരു പ്രാർത്ഥനാ പുരുഷനായി നാം ഒക്കെയും രൂപാന്തരപ്പെടട്ടെ. ദൈവത്തോട് പറയാം, ദൈവമേ, ഞങ്ങളുടെ രാജ്യത്തെ കാത്തു സൂക്ഷിക്കണമേ. അതേ അനർത്ഥങ്ങളിൽ നിന്നും ആപത്തിൽ നിന്നും അതേ അപകടങ്ങളിൽ നിന്നും ഞങ്ങളുടെ സമശിഷ്ടങ്ങളായ സഹോദരങ്ങളെ കാത്തുകൊള്ളണമേ. അവർക്ക് ആവശ്യമായിരിക്കുന്ന ജ്ഞാനവും വിവേകവും സാമ്പത്തിക മാർഗങ്ങളൊക്കെ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കാണാനിടയായി തീരും. പ്രിയമുള്ളവർ, വചനം പറയുന്നു, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന തള്ളിക്കളയുകയില്ല, കണ്ണുനീരോടെ അപേക്ഷിക്കുന്നവനെ ഞാൻ കൈക്കൊള്ളും. ഇന്ന് കാലം കണ്ണുനീരിനെ മറികടക്കാത്ത ദൈവം, ആ കർത്താവായ ദൈവം ഒരാളേ ഉള്ളൂ. അത് ഒരുവനേ ഉള്ളൂ ലോകത്ത്. എല്ലാവർക്കും കൂടി ഈശ്വരനായി ദൈവമായി ആ ദൈവത്തിന്റെ പല ഭാവങ്ങളും രൂപത്തിലുമുള്ള അവതാരങ്ങളും നാം കാണുന്നുണ്ടെങ്കിലും ആ മനുഷ്യ പുത്രനായ യേശു അവന്റെ ജീവനുള്ള പ്രതിമയാണ്. അതെ, അവനെ വിശ്വസിക്കുന്ന, അവനെ കൈക്കൊണ്ട് അവനെ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമകനാകുവാനും ദൈവമക്കളാകുവാൻ അവകാശം തന്നിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നാമും ദൈവത്തിന്റെ മക്കളാകുന്നു, ദൈവത്താൽ വിളിക്കപ്പെട്ടവരാകുന്നു, ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവരാകുന്നു. ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. 28 സ്റ്റേറ്റിന് വേണ്ടി, കേരളത്തിലെ 14 ജില്ലകൾക്ക് വേണ്ടി, പത്തനംതിട്ടയിലെ 53 ഗ്രാമപഞ്ചായത്തുകൾക്ക് വേണ്ടി. പ്രിയമുള്ളവരെ, നാം പ്രാർത്ഥിക്കുന്നവരാണോ? ഇന്നുവരെയും ആ പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം നമുക്കില്ലെങ്കിൽ നമ്മളിൽ കൂടെ ഒരു പ്രാർത്ഥനാ സ്വഭാവം ഇന്ന് ആരംഭിക്കട്ടെ. ഒരു നല്ല മനസാക്ഷിയുടെ, കരുണയുടെ, ആർദ്രതയുടെ, ദയയുടെ നല്ല പ്രാർത്ഥനകൾ ചൊല്ലി ദൈവസന്നിധിയിൽ നമ്മുടെ സഹോദരങ്ങളെ സമർപ്പിക്കുമെങ്കിൽ നമുക്ക് അസാധ്യമായതേ അത് സാധ്യമാക്കുന്ന അതേ ദൈവത്തിന്റെ പരിപാലനം നമുക്ക് കണ്ടു മനസ്സിലാക്കാനിടയായി തീരും. നാം അതേ ദുഷിക്കുകയും പഴിക്കുകയും ചെയ്യുന്നതിന് പകരം പ്രാർത്ഥന അതിന്റെ ആയുധമാക്കി മാറ്റുക. പ്രാർത്ഥന നമ്മുടെ ലോകത്തെ വലിയ വെളിച്ചത്തിലേക്ക് നയിക്കും. പ്രാർത്ഥന എന്ന് പറയുന്നത് മനുഷ്യനെ രൂപാന്തരപ്പെടുത്തും, സമൂഹത്തെ രൂപാന്തരപ്പെടുത്തും. അതേ നല്ല പ്രവർത്തനങ്ങളിലേക്ക്, പുരോഗമനപരമായ പ്രവർത്തനങ്ങളിലേക്ക് അതേ നമ്മുടെ രാഷ്ട്രീയ നേതാക്കളെ നയിക്കാനിടയായി തീരും. ഇന്ന് പകൽക്കാലം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ സമാധാനം ഞാൻ ഈ പ്രദേശത്തുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയങ്ങളിലും നിങ്ങളുടെ ഭവനങ്ങളിലും നിങ്ങളുടെ ബിസിനസ്സിലും ഒക്കെ സമാധാനം ഉണ്ടാകട്ടെ, ശാന്തി ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പകൽക്കാലം സമഗ്രമായ വികസനത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ കരവിരുത് അത് നമുക്ക് കാണാൻ കഴിയും. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, ഈ കൺമൂലയുള്ള എല്ലാ നല്ല സഹോദരന്മാരെയും അതേ ഒരിക്കൽ കൂടി ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്കെല്ലാവരും അതേ നല്ല സമാധാനപ്രിയരും ശാന്തതയുള്ളവരും സന്തോഷമുള്ളവരും അതേ സമ്പത്തുള്ളവരും എല്ലാവിധത്തിൽ അനുഗ്രഹരായി തീരട്ടെ എന്ന് ഞാൻ ഈ തരുണത്തിൽ പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് കേട്ട ഈ സുവിശേഷത്തിന്റെ മുൻപാകെ നമ്മെ തന്നെ സമർപ്പിച്ച് അല്പസമയം ഒന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു, നമ്മുടെ സ്വഭാവത്തെ പരിവർത്തനം ചെയ്യുന്നു. ലഹരി പദാർത്ഥങ്ങളുള്ള അടിമത്തത്തിൽ നിന്ന് നമ്മുടെ സഹോദരങ്ങൾ വിടുവിക്കപ്പെടട്ടെ. നല്ല പാതയിൽ വന്നു വരുവാൻ നമ്മുടെ മക്കൾ അതേ നല്ലവരായി തീരുവാൻ നമുക്ക് അവർക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നല്ല ഭരണം, നല്ല അതേ ഭരണാധികാരികൾ നമ്മുടെ രാജ്യത്തുണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗസ്ഥ പിതാവേ, ഇന്ന് പ്രഭാതത്തിൽ അങ്ങയുടെ സുവിശേഷമായി ഈ പ്രദേശത്ത് വന്ന ഈ പ്രിയപ്പെട്ട എളിയ സഹോദരങ്ങളുടെ മധ്യയെ പ്രസംഗിക്കുവാൻ ദൈവം നൽകിയ അവസരത്തിനായി സ്തോത്രം. ഞങ്ങൾ ഈ പത്തനംതിട്ട ജില്ലയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു.
നിങ്ങളുടെ ഈ കണ്ണമൂലയിലുള്ള ഓരോ ഭവനങ്ങളെയും ഓരോ വ്യക്തികളെ അനുഗ്രഹിക്കണമേ. കർത്താവ് ബിസിനസ് നടത്തുന്നവർ, ഓട്ടോറിക്ഷ ഓടിക്കുന്നവർ, മറ്റ് വഴിയാത്രക്കാർ, മറ്റ് തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവർ എന്നിവരെയെല്ലാം അവർക്ക് അനുഗ്രഹിക്കുന്നു. ഇന്നത്തെ ദിവസം അവർക്ക് നന്മ നിറഞ്ഞതായിരിക്കാൻ, ആദായകരമായിരിക്കാൻ കർത്താവ് സഹായിക്കണമേ. അവിടെ ആവശ്യങ്ങളോട് കൂടെ ഇരിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും രോഗികളായിട്ടുണ്ടെങ്കിൽ യേശു അവരെ സൗഖ്യമാക്കണമേ, യേശു അവരെ വിടുവിക്കണമേ എന്ന് ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നു. മറ്റേതെങ്കിലും നിരാശയുടെ അനുഭവത്തിലൂടെ അവർ കടന്നു പോകുന്നെങ്കിൽ അവർ നിരാശയിൽ നിന്നും പ്രത്യാശയിലേക്ക് നയിക്കണമേ. ദൈവം പ്രശാന്തമായ അന്തരീക്ഷം അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കണമേ. ആരും തൊഴിലില്ലാതെ അറിയുന്നെങ്കിൽ അവർക്ക് തൊഴിൽ നൽകി അനുഗ്രഹിക്കണമേ. അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവരെ കാത്തു സൂക്ഷിക്കണമേ, ഒരു സമാധാനത്താലെ സൂക്ഷിക്കണമേ. അവർക്ക് ആവശ്യമായ തൊഴിലും സൗഖ്യവും വിടുതലും നീ ദേശത്ത് ദൈവം കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ പത്തനംതിട്ട ജില്ലയിലെ 53 ഗ്രാമപഞ്ചായത്തിലുള്ള ഞങ്ങളുടെ സംശിഷ്ടങ്ങളായ സഹോദരങ്ങളെ, സഹപൗരന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കണമേ. പത്തനംതിട്ടയിലെ പോലീസ് സേനാ വിഭാഗങ്ങൾ, മറ്റുള്ള സേവന സന്നദ്ധരായ ഡോക്ടേഴ്സ്, മറ്റുള്ള ആ സേവനങ്ങൾ ചെയ്യുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തൊഴിലാളികളെ ഓർക്കുന്നു. കർത്താവ് സൂക്ഷിക്കണമേ. കർത്താവെ, നിങ്ങളുടെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നുള്ള എല്ലാ നിവാസികളെയും സമാധാനത്തോടെ അവിടുന്ന് കാത്തു പരിപാലിക്കണമേ എന്ന് ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. 14 ജില്ലകളിലുമുള്ള എല്ലാ ജനങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഞങ്ങളെ ഭരിക്കുന്ന എല്ലാ മന്ത്രിമാരും എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം സത്യവും നീതിയും ധർമ്മവും അനുസരിച്ച് പ്രവർത്തിപ്പാൻ ദൈവരെ സഹായിക്കണമേ. സ്നേഹത്തിൽ അധിഷ്ഠിതമായ, സമാധാനത്തിൽ അധിഷ്ഠിതമായ, കരുണയിൽ അധിഷ്ഠിതമായ നല്ല ഭരണം ചെയ്യുവാൻ ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ, മറ്റ് ഭരണാധികാരികളെ എല്ലാം സഹായിക്കണമേ. ഞങ്ങളുടെ പ്രധാനമന്ത്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പ്രസിഡന്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മറ്റ് കേന്ദ്രമന്ത്രിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സമാധാനപരവും ശാന്തവും സൗഹൃദപരമായ നല്ല അന്തരീക്ഷത്തിൽ ഭരണം ചെയ്യുവാൻ ദൈവരെ സഹായിക്കണമേ. സത്യത്തിനും നീതിക്കും സമാധാനത്തിനും ധർമ്മത്തിനും മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള നല്ല ഭരണം ചെയ്യുവാൻ ഞങ്ങളുടെ കേന്ദ്രമന്ത്രിമാരെ ദൈവം സഹായിക്കണമേ. 28 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടെയുള്ള ഭരണ സംവിധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ ജനതയ്ക്കും തുല്യ സമാധാനവും നീതിയും ധർമ്മവും ലഭിക്കുന്ന നിലയിൽ ഭരണം ചെയ്യുവാൻ ദൈവരെ സഹായിക്കണമേ. എല്ലാ സ്റ്റേറ്റിലും ശാന്തവും സമാധാനപരമായ അന്തരീക്ഷം ഉണ്ടാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും ഇടയിൽ സമാധാനം ഉണ്ടാകട്ടെ, ശാന്തി ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം സമഗ്രമായ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ സ്റ്റേറ്റുകളിലെല്ലാം ഉണ്ടാകണമേ. കർത്താവെ, തമ്മിൽ സ്നേഹിക്കുവാനും കരുതുവാനും കരുണ കാണിക്കുവാനും കഴിയുന്ന നല്ല മനസ്സ് ഭരണാധികാരികൾക്കിടയിൽ കൊടുക്കണമേ. കലാപങ്ങളും കൊലപാതകങ്ങളും അക്രമങ്ങളും ഒന്നും ഞങ്ങളുടെ രാജ്യത്ത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സമാധാനപരമായ ശാന്തമായ ഹൃദയം ഞങ്ങളുടെ എല്ലാ സഹോദരന്മാരിലും ദൈവമേ ഉണ്ടാകേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ ഞങ്ങളുടെ ഇന്ത്യയെ സമഗ്രമായി ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതുപോലെ ലോകരാഷ്ട്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 194 രാജ്യങ്ങളിലെയും കർത്താവ് ഭരണാധികാരികളെ ദൈവം അനുഗ്രഹിക്കണമേ. അവരുടെ ഭരണം കർത്താവ് ദേശത്തിനും മറ്റു രാജ്യങ്ങൾക്കും കൂടി അനുഗ്രഹമായി ഇരിപ്പാൻ ദൈവം സഹായിക്കണമേ. അവിടെ പാർക്കുന്ന നിങ്ങളുടെ ഇന്ത്യക്കാരായ സഹോദരങ്ങൾ, കേരളീയരായ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവരെ കാത്തു സൂക്ഷിക്കണമേ ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നു. ലോക സമാധാനത്തിന് വേണ്ടി, രാജ്യ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ മക്കൾ സഹോദരന്മാരായി തമ്മിൽ ഐക്യതയും സ്നേഹവും സമാധാനമുള്ളവരായി എല്ലായിടത്തും വർദ്ധിപ്പാൻ ദൈവം സഹായിക്കണമേ. ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിപ്പാനുള്ള കൃപ നീ ഞങ്ങൾക്ക് തരണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് മുതൽ എല്ലാ രാജ്യങ്ങളെയും ഒരിക്കൽ കൂടി അനുഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ഈ ജില്ലയെ അനുഗ്രഹിക്കുന്നു. ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ദിവസം ദൈവത്തിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളുടെ ഹൃദയങ്ങളിലും ഭവനങ്ങളിലും ഉണ്ടാകുവാൻ സഹായിക്കണം. അടിയനേതൃക്കളെ ഏൽപ്പിക്കുന്നു. ഈ സമാധാനത്തിന്റെ ദൂത് ഈ ദേശത്ത് അറിയിപ്പാൻ ദൈവം തന്ന അവസരത്തിനായി സ്തോത്രം. ദൈവം അടിയനെ അനുഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ ഈ സമാധാന സന്ദേശത്തെ കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനവും നന്ദിയും അറിയിക്കുന്നു. ദൈവം ഇന്നത്തെ ദിവസം നിങ്ങളുടെ എല്ലാ പ്രവൃത്തി മണ്ഡലങ്ങളും കൂടെ ഇരുന്ന് നയിക്കുകയും പരിപാലിക്കുകയും സന്തോഷകരമായി തീരുവാൻ അനുവദിക്കുകയും ചെയ്യട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. യേശുവിൻ സാക്ഷ്യവും സത്യവചനം യേശുവിൻ
സിദ്ധന്മാരെ ചേർക്കുവാൻ പെട്ടെന്നേശു വന്നിടുവേ. പുള്ളിക്കാരനല്ല ഞാൻ, യേശുവിൻ സ്ഥാനാപതി, തെരഞ്ഞെടുക്കപ്പെട്ടവൻ ഞാൻ. പുള്ളിക്കാരനല്ല ഞാൻ, യേശുവിൻ സ്ഥാനാപതി, തെരഞ്ഞെടുക്കപ്പെട്ടവൻ ഞാൻ. രാജകീയ പുരോഹിതൻ, വിശുദ്ധ വംശക്കാരൻ ഞാൻ. രാജകീയ പുരോഹിതൻ, വിശുദ്ധ വംശക്കാരൻ ഞാൻ. ഈ മഹാസമ്മേളനത്തിലേക്ക് എല്ലാ വിശ്വാസികളെയും പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു.